ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട, എന്നാൽ അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി ചീരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതാണ് നമ്മുടെ സാമ്പാർ ചീര അല്ലെങ്കിൽ നിലച്ചീര. പേര് പോലെ തന്നെ സാമ്പാറിലും തോരനിലുമൊക്കെ ചേർക്കാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചീര എങ്ങനെ എളുപ്പത്തിൽ വളർത്താം എന്ന് നോക്കാം. ഈ സാമ്പാർ ചീര പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നിലച്ചീര, താലിച്ചീര, സിലോൺ ചീര എന്നൊക്കെ പലയിടങ്ങളിലും പറയാറുണ്ട്. ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ളതും മിനുസമുള്ളതുമാണ്. ഇതിൽ ചെറിയ പിങ്ക് നിറത്തിലുള്ള പൂക്കളുണ്ടാകും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സാധാരണ ചീരകൾ വേനൽക്കാലത്ത് പെട്ടെന്ന് വാടിപ്പോകുമ്പോൾ സാമ്പാർ ചീര ചൂടിനെ പ്രതിരോധിച്ച് നന്നായി വളരും. കാരണം ഇതിൻ്റെ തണ്ടുകളിലും ഇലകളിലും വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. ഈ ചീര നടീൽ രീതി ഇത് വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതിൻ്റെ മൂത്ത തണ്ടുകൾ മുറിച്ച് നടുക എന്നതാണ്. ഏകദേശം 4 ഇഞ്ച് നീളമുള്ള തണ്ടുകൾ മണ്ണിലോ ഗ്രോ ബാഗിലോ നട്ടാൽ മതി. ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി വീണ് ഇതിൽ നിന്ന് തനിയെ വിത്തുകളൊക്കെ മുളച്ച് വരാറുണ്ട്. അതുപോലെ മണ്ണൊരുക്കുമ്പോൾ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത സാധാരണ മണ്ണിൽ ഇത് നന്നായി വളരും. ടെറസിലെ കൃഷിക്കും ഗ്രോ ബാഗിനും ഇത് വളരെ അനുയോജ്യമാണ്. ഇതിവിടെ മുറ്റത്തൊരു ചെറിയ കമ്പ് നട്ടതാണ്. ഇഷ്ടം പോലെ പടർന്ന് പിടിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പരിചരണവും വളപ്രയോഗവും ദിവസവും നനച്ചു കൊടുക്കണം, മഴ ഇല്ലാത്ത സമയത്ത്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചത് എന്നിവയൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്ന മികച്ച ജൈവ വളങ്ങളാണ്. ഇത് ഇലകൾ കൂടുതൽ പച്ചപ്പോടെയും വലിപ്പത്തോടെയും വളരാൻ സഹായിക്കും. അതുപോലെ സാധാരണ ചീരകളെ അപേക്ഷിച്ച് ഇതിൽ പുഴുക്കളുടെയോ മറ്റു കീടങ്ങളുടെയോ ശല്യം വളരെ കുറവാണ്. നട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വിളവെടുക്കാൻ പാകമാകും. ഇതിൻ്റെ തലപ്പുകൾ നുള്ളി വേണം എടുക്കാൻ. നമ്മൾ എത്രത്തോളം നുള്ളി എടുക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ശാഖകൾ വന്ന് ഇതുപോലെ കാട് പോലെ പടർന്നു വരും. ഒരു തവണ നട്ടാൽ വർഷങ്ങളോളം ഇതിൽ നിന്ന് വിളവെടുക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, അയൺ എന്നിവയാൽ സമ്പന്നമാണ്. പ്രതിരോധശേഷി കൂട്ടാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്തെ കുറഞ്ഞ പരിചരണത്തിൽ കൂടുതൽ വിളവ് തരുന്ന ഈ സാമ്പാർ ചീര നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലും എല്ലാവരും നട്ടുപിടിപ്പിക്കുക. തീർച്ചയായും ഒരു തൈയെങ്കിൽ നട്ടുപിടിപ്പിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കൃഷി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.